ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയറിംഗ് നോളേജ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ടോക്കൺസ് എന്ന പോർഷനാണ്. എന്താണ് ടോക്കൺസ്, ടൈപ്സ് ഓഫ് ടോക്കൺസ് ഏതൊക്കെയാണ്, ഡിവിഷൻസ് ഓഫ് കോൺസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കും അതുപോലെ വൈവ അറ്റൻഡ് ചെയ്യുന്നവർക്കും ഒരുപോലെ ബെനിഫിഷ്യലാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. C++ പ്രോഗ്രാമിൽ ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്? ദ സ്മോളസ്റ്റ് എലമെന്റ്സ് ഓഫ് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാം എഴുതുന്നതിന് ആവശ്യമായ സ്മോളസ്റ്റ് എലമെന്റ്സ്, ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്, അതിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന വേർഡ് കൊണ്ട് C++ആയാലും സിയിലായാലും മീൻ ചെയ്യുന്നത്. നമുക്കതുപോലെ 6 ടൈപ്സ് ഓഫ് ടോക്കൺസ് ആണുള്ളത്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, സ്പെഷ്യൽ സിംബൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. C++ൽ കീവേഡ്സ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിസർവ്ഡ് വേർഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രീ ഡിഫൈൻഡ് ഐഡന്റിഫയർ ആണ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ C++ ലൈബ്രറിയിൽ ഉള്ള കുറച്ച് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്നുള്ള വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇന്റേണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന കീവേഡ്സ് ഒന്നും നമ്മൾ വേരിയബിൾ നെയിംസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഈ ഓരോ കീവേഡും നമ്മുടെ C++ കമ്പൈലറിന് ഒരു സ്പെഷ്യൽ മീനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ ഒരു കാര്യം കൂടെ കീവേഡ്സിനെ കുറിച്ച് ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ, എന്താണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്? ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, അറേ, ഫംഗ്ഷൻ എന്നിവയെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിം എന്താണോ അതാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ നെയിം ഗിവൺ ടു എ വേരിയബിൾ, വേരിയബിളിന് കൊടുക്കുന്ന പേര് എന്താണോ അതാണ് ഐഡന്റിഫയർ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ a = 5 എന്ന് പറഞ്ഞു. അവിടെ എന്താണ്? 5 എന്ന വാല്യൂ a എന്ന് പറയുന്ന ആൽഫബറ്റിൽ സ്റ്റോർ ചെയ്തു. ആ ആൽഫബറ്റ് അല്ലെങ്കിൽ a എന്നതിനെ നമുക്ക് ഐഡന്റിഫയർ എന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതുപോലെ ഇങ്ങനെ പേര് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റൂൾസ് ശ്രദ്ധിക്കാനുണ്ട്. ആ റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് റൂൾ ഇതാണ്: ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. അങ്ങനെ ഒരു പേര് ഒരു ഐഡന്റിഫയറിന് കൊടുക്കുമ്പോൾ അത് ലെറ്റർ കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ടോ തുടങ്ങണം. അതുപോലെ ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. ഇപ്പോൾ കീവേഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റിസർവ്ഡ് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലുള്ള വേർഡ്സ് ഒന്നും ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് റൂൾ ഇതാണ്: ഇറ്റ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ്. 2 വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവയ്ക്കിടയിൽ സ്പേസ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അതായത് ഒരു ഐഡന്റിഫയർ നെയിമായിട്ട് ഒരു വേർഡ് കൊടുക്കുമ്പോൾ സ്പേസ് ഇല്ലാതെ വേണം കൊടുക്കാൻ. നെക്സ്റ്റ് വരുന്ന ഇതാണ്: ദേ മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. ഒരു പേര് ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ലെറ്റേഴ്സിന്റെയും ഡിജിറ്റ്സിന്റെയും അണ്ടർസ്കോറിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പേര് ഐഡന്റിഫയറിന് കൊടുക്കാം. ഓക്കെ ആണോ? C++ പ്രോഗ്രാമിൽ എന്താണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്? കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് വാല്യൂസിനെയാണ്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്ന, എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ഓൾട്ടർ ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇന്റ് a = 5 എന്ന് പറഞ്ഞിരിക്കുക. അതായത് പ്രോഗ്രാം എഴുതിയ സമയത്ത് കൊടുത്തതാണ് വേരിയബിൾ ഡിക്ലറേഷൻ. a എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. സോ ആ ഒരു പ്രോഗ്രാമിന്റെ എൻറ്റയർ ലൈഫ്, ആ പ്രോഗ്രാം തീരുവോളം, അത് എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്തുവോളം a എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 തന്നെയാണ്. അതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് കോൺസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂ ഓൾട്ടർ ചെയ്യാൻ കഴിയാത്തത്, അതിനെയാണ് കോൺസ്റ്റൻസ് എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കോൺസ്റ്റൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറിക് കോൺസ്റ്റൻസ് എന്നും ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്നും. ആ വേർഡിൽ തന്നെ ഉണ്ട്. ന്യൂമറിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പേഴ്സ് വരുന്ന കാറ്റഗറിയാണ് ന്യൂമറിക് കോൺസ്റ്റൻസ്. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നതോ ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതായത് ആൽഫബറ്റ്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരിക. ഈ ന്യൂമറിക് കോൺസ്റ്റൻസ് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്നും റിയൽ കോൺസ്റ്റൻസ് എന്നും. അപ്പോൾ അവിടെയും ആ വേർഡിൽ മീനിങ് ഉണ്ട്.
ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത് ഹോൾ നമ്പേഴ്സ് മാത്രമാണ്. അതിൽ ഫ്രാക്ഷണൽ പാർട്ടില്ല, ഡെസിമൽ പോയിന്റ്സും ഇല്ല. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്തായിരിക്കും? ഹോൾ നമ്പേഴ്സ് അല്ലാതെ ഫ്രാക്ഷണൽ പാർട്ടോ അതല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സോ വരുന്നതാണ് റിയൽ കോൺസ്റ്റൻസ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഇൻറ്റിജർ കോൺസ്റ്റൻസ് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആൻഡ് ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ്. ഇനി എന്താണ് ഈ ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് 10 ആണ്. ഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസിന്റെ ബേസ് 10 ആണ്. അതിന്റെ ഇൻക്ലൂഡിംഗ് നമ്പേഴ്സ് 0 to 9 ആണ് ഇൻക്ലൂഡിംഗ് നമ്പേഴ്സ്. അതുപോലെ ഒക്ടൽ ഇൻറ്റിജർ കോൺസ്റ്റൻസിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അതിന്റെ ഇൻക്ലൂഡിംഗ് നമ്പേഴ്സ് 0 to 7 ആണ് അതിൽ ഉൾപ്പെടുന്ന നമ്പേഴ്സ്. അതുപോലെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നതിന്റെ ബേസ് 16 ആണ്, 16 ആണ്. അതുപോലെ അതിന്റെ ഇൻക്ലൂഡിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സും കൂടി ചേർന്നതാണ് അവിടെ വരുന്നത്. അതായത് 0 to 9 നമ്പേഴ്സും A to F മുതൽ വരുന്നത് അതിൻ്റെ അകത്ത് ലെറ്റേഴ്സും ആണ്. അതായത് 10 എന്ന് പറയുന്ന ഒരു നമ്പർ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഇല്ല. അപ്പോൾ പിന്നെ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? 10 എന്ന് പറയുന്ന നമ്പറിനെ A എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ B ആണെങ്കിലോ 11, C ആണെങ്കിൽ 12, D ആണെങ്കിൽ 13, E 14, F 15. അപ്പോൾ ഇങ്ങനെ 0 മുതൽ 9 വരെ 10 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പേഴ്സും A മുതൽ F വരെയുള്ള 6 ലെറ്റേഴ്സും കൂടി ചേർന്നിട്ടാണ് 16 നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ലെറ്റേഴ്സ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കിനി ക്യാരക്ടേഴ്സിലോട്ട് വരാം. എന്താണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആൽഫബറ്റ്സിനെയാണ്. നമുക്ക് അതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്യാരക്ടേഴ്സ് എന്നും സ്ട്രിംഗ് എന്നും. അതിൽ സിംഗിൾ ക്യാരക്ടർ മീൻസ് ഇറ്റ്സ് എ സിംഗിൾ ആൽഫബറ്റ്, ഇറ്റ് മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. എപ്പോഴും പ്രോഗ്രാമിൽ നമ്മളൊരു സിംഗിൾ ക്യാരക്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സിംഗിൾ കോഡ്സിനകത്തായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ സ്ട്രിംഗ് എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കണം സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസും സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം, സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസ് എപ്പോഴും സിംഗിൾ കോഡ്സിനകത്തും സ്ട്രിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഡബിൾ കോഡ്സിനകത്തും കൊടുക്കണം. ഇത്രയുമാണ് കോൺസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. C++ പ്രോഗ്രാമിൽ സ്പെഷ്യൽ സിംബൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്പെഷ്യൽ സിംബൽ എന്ന് പറയുന്നത് ബ്രേസസ് ആണ്. അതായത് ഓപ്പണിംഗ് കേർലി ബ്രേസും ക്ലോസിംഗ് കേർലി ബ്രേസും. ഇത് കൊടുക്കുന്നത് കൂടുതലായിട്ടും ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ഉൾക്കൊള്ളുന്ന ഒരു ബ്ലോക്ക് ഓഫ് കോഡ് പ്രോഗ്രാമിൽ എഴുതുന്ന സ്ഥലത്താണ് നമ്മളിവിടെ ഓപ്പണിംഗ് കേർലി ബ്രേസും ക്ലോസിംഗ് കേർലി ബ്രേസും കൊടുക്കുന്നത്. അതായത് കൂടുതൽ നമ്മൾ OIT-main പ്രോഗ്രാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഈ ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും ഇടയിലാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ സ്പെഷ്യൽ സിംബൽസ് എന്ന് പറയുന്നത് പരാന്തിസിസ് ആണ്. അപ്പോൾ ഈ പരാന്തിസിസ് കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പരാന്തിസിസ് ഉപയോഗിക്കുന്നത്. ആ ഫംഗ്ഷൻ കീവേഡിനോടൊപ്പം ഫംഗ്ഷന് ഒരു നെയിം നമ്മൾ കൊടുക്കുമ്പോൾ ആ നെയിമിനോടൊപ്പം ഈ പരാന്തിസിസും നമ്മൾ കൊടുക്കും. അതിൻ്റെ റീസൺ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ പരാന്തിസിസ് ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ്സ് ഓപ്പണിംഗ് ബ്രാക്കറ്റ്സും ക്ലോസിംഗ് ബ്രാക്കറ്റ്സും കൊടുക്കുന്നത് കൂടുതലായിട്ടും അരേ എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനിലാണ്. അതുപോലെ നമ്മൾ അരേ പറയുമ്പോൾ അത് സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് സിംഗിൾ അരേ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അരേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സബ്സ്ക്രിപ്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് ഈ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാം. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.